ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ കൊട്ടിയൂരേക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് ആണ് പോകുന്നത്. അമ്മയുണ്ട്. ഈ വർഷത്തെ കൊട്ടിയൂർ ഉത്സവം ഏകദേശം കഴിയാനായി. ഇനിയിപ്പം ഒരാഴ്ച ഇല്ല ഇനി. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വ്യാഴാഴ്ചയാണ്. പിന്നെ ശനിയും ഞായറും ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം നല്ല തിരക്കാണ്. കന്നഡക്കാർ യൂട്യൂബേഴ്സൊക്കെ, ഒരു ദർശൻ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തതിന് ശേഷം ഭയങ്കര ആൾക്കാരാണ് കൊട്ടിയൂരേക്ക്. ഇന്നലെ നിങ്ങൾ പോയ മഴയുണ്ടാണോ? ഇന്നലെ നല്ല മഴയായിരുന്നു. നമ്മളിവിടെ നാട്ടിൽ മഴയില്ലെങ്കിലും അങ്ങോട്ട് അധികം എന്തായാലും മഴ ഉണ്ടാകും കൊട്ടിയൂർ. ഇന്ന് മഴയും തിരക്കൊന്നും ഇല്ലെങ്കിൽ അടിപൊളിയായിരിക്കും. മഴ വേണം പക്ഷേ കൊട്ടിയൂർ പോയി കഴിഞ്ഞാൽ. പക്ഷെ മഴ ഉണ്ട് പെട്ട് ഇവളെ കൊണ്ട് എന്ത് ചെയ്യാന്. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ കൊട്ടിയൂരേക്ക് വരുന്ന റൂട്ടില് ഏകദേശം ഒരു 50 കിലോമീറ്റർ മുന്നേ മുതലേ കുറെ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ അന്നദാന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അന്നദാന കേന്ദ്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അപ്പൊ മാക്സിമം ദൂരം വഴിക്കുന്ന വരുന്ന ആൾക്കാരൊക്കെ അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കുക. ഞങ്ങൾ വേറെ ഒന്നും കൊണ്ടല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് രാത്രി 11 മണി വരെയെല്ലാം മിക്ക അന്നദാന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കൂടിയാണ്. അപ്പോൾ മാക്സിമം ആൾക്കാരും അത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ലൊരു കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ലേനും. പക്ഷെ നമ്മളൊരു നെടുമ്പയിലെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ ചെറിയൊരു മഴ തുടങ്ങിന്. നമ്മൾ കൊട്ടിയൂർ എത്തുന്നത് വരെയും ആ ഒരു ചെറിയൊരു മഴ ഉണ്ടേനും. പക്ഷെ നമ്മൾ കൊട്ടിയൂർ പോകുന്ന സമയത്ത് മഴയത്ത് പോകാന്ന് പറയുന്നത് തന്നെ വേറെ തന്നെ ഒരു ഫീലാണ്. കൊട്ടിയൂർ അമ്പലത്തിനടുത്ത് തന്നെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. സാധാരണ നമ്മൾ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്യല്. പക്ഷേ ഇപ്രാവശ്യം അങ്ങോട്ട് എത്തുന്നതിനേക്കാളും മുന്നേ തന്നെ പോലീസുകാർ നമ്മളോട് വേറൊരു പാർക്കിങ്ങിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലെത്തി. അമ്പലത്തിനടുത്തെത്തി. കുറച്ചുകൂടി നല്ല ബ്ലോക്കാണ്. അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് എന്നല്ലേ. നല്ലോണം പഴുതു. നല്ലോണം സ്ലിപ്പാകുന്നുണ്ട്. പിന്നെ ഇല്ലേ ആ കാണുന്ന കല്ല് കെട്ടിയുണ്ടോ? അത് നമ്മൾ പണ്ട് പോയതാ. അല്ല, അതല്ല, അതിന്റെ അപ്പുറം വേറൊരു കെട്ടുമുടിയുണ്ട്. ഇത് 3ാമത്തെ പാലമാണ്. അത് 2ാമത്തെ പാലം. അതിന്റെ അപ്പുറം വേറൊരു മെയിൻ പാലം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഓലേൻ്റെ ഷെഡിലേക്ക് കൂടി ഓലേൻ്റെ സംഭവങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണാം. നല്ല വൈബാണ് കൊട്ടിയൂർ വന്നിട്ട്. ഇപ്പം നമ്മൾ 3ാമത്തെ പാലത്തിലേക്ക് കൂടിയാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നത്. ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹെൽഗിനീൻ്റെ കാര്യം പോക്കാം. മഴയെല്ലാം നനഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല തണുപ്പെല്ലാം പിടിക്കും. പക്ഷേ കൊട്ടിയൂർ വന്നാൽ അങ്ങനെയാണല്ലോ. കൊട്ടിയൂർ വന്നാൽ അത്യാവശ്യം മഴ എന്തായാലും ഉണ്ടാവും. അപ്പോൾ മഴയത്തെ കൂടി ഇങ്ങനെ പോകാമെന്ന് പറയുന്നത് തന്നെ നല്ല വൈബുള്ള സംഭവമാണ്. സാധാരണ ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റില്ല, നല്ല ക്യൂ ആയിരിക്കും. ഇന്ന് തിരക്ക് കുറഞ്ഞുകൊണ്ടാണ് നല്ല ഫുൾ ആൾക്കാരും പുറത്തേക്ക് കൂടി ചുറ്റും ഇതുവഴിയെ പോകുക. മൊത്തം മാറിയല്ലേ സംഭവം, മനസ്സിലാകുന്നില്ല. നമ്മളിപ്പം നടന്നു പോകുന്ന വഴിയിലാണ് സാധാരണ തിരക്ക് വന്നല്ല, നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള ദർശനത്തിൻ്റെ ക്യൂ ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി ഈ ക്യൂവിൽ നിൽക്കുന്നില്ല. ഇതിലേക്കൂടി വെള്ളത്തിലേക്കൂടി ചുറ്റൽ മാത്രമാണെങ്കിൽ ഈ വഴിയാണ് സാധാരണ പോകൽ. ഇപ്പോൾ 2 സ്ഥലത്തും ഇന്ന് തിരക്ക് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അധികം കാത്തു നിൽക്കാണ്ട് തൊഴുത് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് കുറവാണ്, പക്ഷെങ്കിൽ തിരക്ക് കുറഞ്ഞുകൊണ്ട് ഈ ഭാഗത്ത് ക്യൂ ഇല്ല. പക്ഷെങ്കിൽ ആ ഭാഗത്ത് ക്യൂ ഉണ്ട്. ഞാൻ അവിടെ കണ്ടേ ആ ഭാഗത്ത് നല്ല ക്യൂ ഉണ്ട്. വണ്ടിയെല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. എന്നാലും കുറവല്ലേ.
ഈ ഓലമേഞ്ഞ ഷെഡൊക്കെ കണ്ടിട്ട് കന്നഡക്കാരിവിടെ പുരോഗതിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഇവിടുത്തെ ആചാരങ്ങളെ പറ്റിയിട്ടും ഐതിഹ്യങ്ങളെ പറ്റിയിട്ടും അറിവില്ലാത്തതുകൊണ്ടാണ്. ഞാനും അമ്മയും മോളും തൊഴുത് വന്നതിന് ശേഷമാണ് ഏട്ടൻ തൊഴാൻ പോയത്. എനിക്ക് ഹെൽഗിണി ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴാനൊക്കെ പറ്റീന്. അമ്മ പുറത്തേക്കൂടി തിരുവഞ്ചിറയിലേക്കൂടി ചുറ്റിയിട്ട് പുറത്തുനിന്ന് പ്രാർത്ഥിച്ച്, ഏട്ടനും അങ്ങനെ തന്നെ. പക്ഷേ ഏട്ടൻ കഴിഞ്ഞ ദിവസം പോയപ്പം ഉള്ളിലൊക്കെ കയറിയിട്ട് തൊഴുതിന്. എവിടെയാ വന്നേ? തെയ്യത്തിനാ? ആദ്യമായിട്ട് ഇരിക്കാൻ പറ്റിയ സാധാരണ അങ്ങനെ വന്ന് ഞാൻ തിരക്കായിരിക്കും അല്ലേ? ആ കല്ലെല്ലാം പാകിയതിനു ശേഷം. കല്ല് കഴിഞ്ഞ കൊല്ലം പാകിയില്ല ഇല്ലല്ലേ? ആ തിരുവഞ്ചിറ. ആ പണ്ട് ഉള്ളം കല്ലിന് പുഴയിലുണ്ടായിരുന്ന കല്ലില്ലേ? ഇവിടെ ഇങ്ങനെ ആൾക്കാർ ആചാരത്തിന്റെ പേരിൽ കല്ലെടുത്ത് തട്ടി വെച്ചെല്ലാം കാണുന്നുണ്ട്. ആനനെ കാണിക്കൂല. ആന 2 ദിവസം മുമ്പ് 2 ആനേൻ്റെ അകത്ത് ഒരാനൊക്കെ മറ്റേ ചെറുങ്ങൻ്റെ ഇതായിന്. അതിൻ്റെ ആന അതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അങ്ങേ ആ സൈഡിൽ നിന്നായിട്ട് കാണാൻ പറ്റുമോ നോക്കാം. പാലം കടന്ന് മുന്നേറാം. കൊട്ടിയൂർ വന്നാ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൂടാതെ പരിസര ശുചീകരണത്തിന് നല്ലതാണ്. വീടിന്റെ ഉള്ളിൽ തുടയ്ക്കുന്നതും തളിക്കുന്നതിനും ഉത്തമമുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വന്നപ്പോഴും വലിയ തിരക്കൊന്നുമില്ല. അധികം ആൾക്കാരും ബഹളവും തിരക്കും ഒന്നും ഇല്ലാതുകൊണ്ട് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റീന്. ശീവേലിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് മടങ്ങിയത്. ശീവേലിയിലെ ചടങ്ങുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കുറച്ച് മുന്നേ വരെ നല്ല മഴയേനു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ശീവേലി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഇതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിയുന്നതോടുകൂടി ഇവിടുത്തെ വളണ്ടിയർമാരും പോലീസുകാരൊക്കെ ആളുകളെ ഇവിടുന്ന് മാറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ശീവേലിൻ്റെ സമയത്ത് ആനയും കൂടെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നതാണ്. പക്ഷേ 2 ദിവസം മുന്നേ ഇവിടുത്തെ 2 ആനകളിൽ ഒന്നിന് ചെറിയൊരു മദപ്പാടുണ്ടായിട്ടുള്ളത് കാരണം ഇന്നത്തെ ചടങ്ങിന് ആന ഉണ്ടായിട്ടില്ല.